Students, today we are going to start our new chapter, chemical bonding. So അത് നമ്മൾ ചാപ്റ്റർ 2 ആണ്. ഞാൻ ആദ്യമേ അതെടുക്കാൻ എന്നാന്ന് ചോദിച്ചാൽ you have learned about 80% or 85% of these portions in your 9th standard. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതവിടെ ഇട്ടിരുന്നത്. ആക്ച്വലി ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. നിങ്ങളെല്ലാം പഠിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. അത്യാവശ്യം ഇതിനകത്ത് ഒരു 90% കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ തന്നെ പഠിച്ചതാണ്. അപ്പം ഏതോ ചെറിയ ഒരു എന്താ പറയുക വേരിയേഷൻസേ ഉള്ളൂ. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ബാക്കി കണ്ടൻസ് എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുവാണ് കെമിക്കൽ ബോണ്ടിങ്. റൈറ്റിംഗ് ഒന്നും ശരിയാകത്തില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കെമിക്കൽ ബോണ്ടിങ്. അപ്പം കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് എന്താ പറയുക, ബോണ്ട് എന്താണെന്ന് അറിയണം അല്ലേ? എന്താണ് ബോണ്ട് എന്ന് പറയുന്നത്? സോ bond is something which is there in chemistry, which is there in physics, which is there in in your life. എല്ലായിടത്തും ഉണ്ട് ബോണ്ട് എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ഒരു ലൈഫ് തന്നെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ there should be some type of bond between our family members, between our friends, between our neighbors അല്ലേ? നമ്മുടെ above all സൊസൈറ്റിയുമായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ബോണ്ട് വേണം. ആ ബോണ്ട് ആയിരിക്കും that helps us to sustain in this society, that helps us to sustain in this world. അപ്പം ബോണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ ഇൻ കെമിസ്ട്രി നമ്മൾ പറയുമ്പോൾ what do you mean by chemical bond എന്ന് പറയുമ്പോൾ it is the force. അതെന്താണ്? ഒരു ഫോഴ്സ് ആണ്. it is a force which holds together one or two or more atoms together as a stable molecule. അതായത് ഒന്നൊന്നല്ല രണ്ടോ അതിലധികമോ ആറ്റംസ് കമ്പൈൻ ചെയ്തു അല്ലേ? ആ രണ്ടോ മൂന്നോ ആറ്റംസിനെ അവിടെ സ്ട്രോങ് ആക്കി അല്ലേ? സ്ട്രോങ് ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? കണക്ട് ചെയ്തിരിക്കുന്ന അതിനെയാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത്. ഒരു ഫോഴ്സ് ആണ് ശരിക്കും പറഞ്ഞത്. ആ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ആറ്റംസിനെ അവിടെ പിടിച്ചു നിർത്തുന്നത്. ഈ ഫോഴ്സ്, ഈ ലിങ്കേജ് ആണ്. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. ശരി, നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനകത്തോട്ട് തന്നെ പോകാം. ടെക്സ്റ്റ് എടുക്കുക, അതിൻ്റെ ഫസ്റ്റ് പേജ് എടുക്കുക. നോക്കൂ, ഇവിടെ പറയുന്നു എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ തന്നെയാണ്. കെമിക്കൽ ബോണ്ട് ഇസ് എ ഫോഴ്സ് which holds two or more atoms together in a stable molecule. അല്ലേ? നമ്മൾ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഇതിനി അറിയണമെങ്കിൽ ആറ്റം എന്താണെന്ന് അറിയണം. But you have been studying what is atom from your 6th standard, or from the time that you used to study chemistry, you have started to study chemistry, you were studying what do you mean by atom, what is the difference between atom and molecule. എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്നാൽ what do you mean by atom? Atom is the smallest particle of an element അല്ലേ? അല്ലെങ്കിൽ ഒരു മാറ്റർ, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ ഏറ്റവും ചെറിയ പാർട്ട്, അതാണ് എന്തെന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. ഇനി ഒരു ആറ്റത്തിനകത്ത് ആരൊക്കെയുണ്ട്? അവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട് അല്ലേ? അപ്പോൾ എവിടെയാണ് നമ്മുടെ ഇലക്ട്രോൺ, എവിടെയാണ് പ്രോട്ടോൺ, എവിടെയാണ് ന്യൂട്രോൺ, എവിടെയാണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? നമ്മുടെ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? ന്യൂട്രോൺസും പ്രോട്ടോൺസും. അപ്പോൾ ന്യൂട്രോൺസിന് ന്യൂട്രൽ ചാർജ്, പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ്. അപ്പം ആസ് എ ഹോൾ ന്യൂക്ലിയസ് ഈസ് ഹാവിങ് എ പോസിറ്റീവ് ചാർജ്. ഇനി ഓർബിറ്റ്സിൽ ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്, and they are having negative charge. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഇറ്റ് ഈസ് ബേസിക് ആണ്, നമ്മളിത് പറയുന്നു എന്ന് മാത്രം. ഇനി എങ്ങനെയാണ് നമ്മൾ മെറ്റാലിക്കും നോൺ മെറ്റാലിക്കും പറയുക?
എലമെന്റ്സ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മെറ്റാലിക് എലമെന്റ്സ് ആൻഡ് നോൺ മെറ്റാലിക് എലമെന്റ്സ്. മെറ്റാലിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ വാലൻസ് ഷെൽ, എന്താണ് വാലൻസ് ഷെൽ? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒന്ന്, അല്ലേ, 1, 2 or 3 ഇലക്ട്രോൺസ്, 1, 2, 3 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ മെറ്റൽ എന്ന് വിളിക്കും, അല്ലേ? അപ്പം അതുപോലെ അതെന്തായിരിക്കും? മെറ്റൽ എപ്പോഴും ഫോം ചെയ്യുന്നത് കാറ്റയോൺ ആണ്, നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4, 5, 6, 7 പോലുള്ള, അല്ലേ, അത്രയും വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും നോൺ മെറ്റൽസ് ആണ്. അവർ ഫോം ചെയ്യുന്നത് എന്തയോണാണ്? ആനയോൺ ആണ്. ഇലക്ട്രോളിസിസ് വരെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങളെ സംബന്ധിച്ച് I don't think whether there is a need to explain all these about anions, cations, because നിങ്ങൾക്കത് അറിയേണ്ടതാണ്, നിങ്ങൾക്കത് അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കെമിക്കൽ കോമ്പിനേഷൻ നടക്കുക? അതായത് ഇപ്പം ആറ്റംസ് കമ്പൈൻ ചെയ്താണ് മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2 ടൈപ്സ് ഓഫ് കോമ്പിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ 2 രീതിയുണ്ട് by which they can combine together. So one of them is the transfer of valence electrons from a metallic atom to a non-metallic atom. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റാലിക് ആറ്റത്തിൽ നിന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ 1, 2 or 3 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ഒരു മെറ്റാലിക് ആറ്റത്തിൽ നിന്ന് you are transferring 1 or 2 വാലൻസ് ഇലക്ട്രോൺസ് to non-metallic element. അതായത് നോൺ മെറ്റാലിക് എലമെന്റിലേക്ക് മെറ്റാലിക് നമ്മുടെ എലമെന്റ്സിനകത്ത്, മെറ്റാലിക് ആറ്റത്തിനകത്തെ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് കെമിക്കൽ കോമ്പിനേഷൻ നടത്താം. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്? ഷെയറിംഗ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, അല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള ഇലക്ട്രോൺസിനെ തന്നെ എന്താ പൂർണ്ണമായിട്ട് they are not transferring but they are sharing. അവരെന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യുകയാണ്. and through that sharing they are going to get the stability. ഓക്കെ, ആ ഷെയർ ചെയ്ത് അവർ സ്റ്റെബിലിറ്റി നേടാൻ പോവാണ്. അപ്പോൾ 2 വഴിയുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് അയോണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും. അത് നമ്മൾ പറയും, അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചതാണ്, യു ഹാവ് സ്റ്റഡീഡ് earlier. ഒന്നുകൂടെ എന്നാലും നമുക്ക് പറയാം. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകാമല്ലോ. യെസ്, സോ കെമിക്കൽ ബോണ്ട് എന്താണെന്ന് അവിടെ പറയുന്നു, അറിയാം, ഡെഫിനിഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ നോട്ടിൽ ആദ്യം വാട്ട് യു മീൻ ബൈ കെമിക്കൽ ബോണ്ട് അത് എഴുതിയിരിക്കണം കേട്ടോ. ഓക്കെ, അത് എഴുതിയാൽ മതി തൽക്കാലം. എന്താണ് കെമിക്കൽ ബോണ്ട്, അതിൻ്റെ ഡെഫിനിഷൻ. നമുക്ക് ഇനി ആ പീരിയോഡിക് ടേബിളിനകത്തെ ഹീലിയം, നിയോൺ, അല്ലേ, അത് നോബൽ ഗ്യാസസ് ആണ്. അവരുടെ കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കോൺഫിഗറേഷൻ ഏതാ അറിയാം, അല്ലേ? അതിനകത്ത് ആർക്കെങ്കിലും സംശയം വേണ്ട ആവശ്യമൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, പിന്നെ നോബൽ ഗ്യാസ്, നമുക്കറിയാം നോബൽ ഗ്യാസിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേ ആർ കോൾഡ് ഇനേർട്ട് ഗ്യാസസ്, അല്ലേ? നോബൽ ഗ്യാസസിനെ നമ്മൾ ഇനേർട്ട് ഗ്യാസസ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് ഇനേർട്ട് ഗ്യാസ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. സോ ദേ വിൽ നെവർ റിയാക്ട് വിത്ത് എനി അതർ എലമെന്റ് ബിക്കോസ് ദേ ആർ ഓൾറെഡി സ്റ്റേബിൾ. അവൻ ഓൾറെഡി സ്റ്റേബിൾ ആണ്. അപ്പോൾ അവർക്ക് മറ്റ് ആറ്റമായിട്ടോ ആറ്റംസ് ആയിട്ട് കമ്പൈൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ദേ ആർ അൺറിയാക്റ്റീവ്. അവരെന്ത് ചെയ്യാറില്ല? റിയാക്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മളവരെ ഇനേർട്ട് ഗ്യാസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നോബൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ആരൊക്കെയാണ് നോബൽ ഗ്യാസസ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനൻ, വലൻ, ഇതെല്ലാം നോബൽ ഗ്യാസസ് ആണ്. പക്ഷെ നോബൽ ഗ്യാസസ് ഒഴിച്ച് ബാക്കി എല്ലാ ആറ്റംസ്, അല്ലെങ്കിൽ എലമെന്റ്സ് പറഞ്ഞാൽ എലമെന്റിൽ ആറ്റം, ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ഷനിൽ അവർ പങ്കെടുക്കാറുണ്ട്. ബിക്കോസ് ദേ ഹാവ് ആൻ അൺസ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല. സോ ദേ വാണ്ട് ടു ബി സ്റ്റേബിൾ. അതായത് എവ്രിതിങ് ഇൻ ദ യൂണിവേഴ്സ് വാണ്ട്സ് ടു അറ്റൈൻ സ്റ്റെബിലിറ്റി, അല്ലേ? എല്ലാവരും, ഇപ്പം നമ്മൾ മനുഷ്യർ, നമുക്ക് ഒരു കംഫർട്ടബിൾ സോൺ കാണും, അവിടെ നമ്മൾ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ശ്രമിക്കുന്ന എപ്പോഴും എന്തായിരിക്കും? നമ്മുടെ കംഫർട്ടബിൾ സോണിൽ ഇരിക്കാനാണ്, അല്ലേ? അതുപോലെ തന്നെ മൃഗങ്ങൾ, അവരും അങ്ങനെ തന്നെയാണ്.
എല്ലാവരും അങ്ങനെ തന്നെയാണ്. everything in the universe needs to attain stability. എല്ലാവർക്കും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം. അപ്പോൾ ഈ ആറ്റംസിനും നമ്മുടെ നോബിൾ ഗ്യാസിനെ സംബന്ധിച്ച് they have enough electrons, they have stable electrons. അവർക്കുണ്ട്, അവരുടെ കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് they doesn't want to react with any other atom. ഒരു ആറ്റവുമായിട്ടും എന്താണ് അതിന് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. But it is not the case with other atoms. മറ്റുള്ളവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. They do not have stable electronic configuration. So in order to attain stability, they want to, yes, react. They want to lose electrons. Some elements need to gain electrons. Some elements need to share electrons. അപ്പോൾ അത് പല ways ഉണ്ട്. But through different ways, everyone wants to attain stability. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റെബിലിറ്റിയിലേക്ക് അറ്റൈൻ ചെയ്യുന്നത്. അതാണ് ഈ ചാപ്റ്റർ ഈസ് ആക്ച്വലി ദ ചാപ്റ്റർ ഈസ് ഡീലിംഗ് വിത്ത് കെമിക്കൽ ബോണ്ട്സ് ഓർ ഇറ്റ് ഈസ് ഡിസ്കസിങ് അബൌട്ട് പല രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് പോസിബിൾ ആണ് നമ്മുടെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് തന്നെയാണ് ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. അപ്പം ഇനി നോക്കുക റീസൺ എന്തിനാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഈ കെമിക്കൽ കോമ്പിനേഷൻ നടക്കുന്നത് എന്തിനാണ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്, ആൻഡ് ഇഫ് ദർ ഇസ് നോ എനി കെമിക്കൽ കോമ്പിനേഷൻ വാട്ട് വിൽ ബി ദ പ്രോബ്ലം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്തിനാണ് ഇങ്ങനെ കെമിക്കൽ കോമ്പിനേഷൻസ് നടത്തുന്നത്, അത് നമുക്ക് അറിയണം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും ഒരു ആറ്റം ഈ കെമിക്കൽ കോമ്പിനേഷൻസിൽ ഇൻവോൾവ് ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനാണ്. അപ്പോൾ ഇവരിവിടെ പറയുന്നത് കണ്ടോ, നോക്കുക, ആറ്റംസ് ഓഫ് the driving force for atoms to combine is related to tendency of each atom to attain stable electronic configuration of nearest noble gas. എന്ന് പറഞ്ഞാൽ നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേബിൾ ആണ് അല്ലേ. അപ്പം ആ സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആറ്റംസ് ഒക്കെ തന്നെ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത്. And for an atom to achieve stable electronic configuration, it must have 2 electrons in the outermost shell, അല്ലേ, 8 electrons. നമുക്കറിയാം, we have studied duplet rule and octet rule, അല്ലേ. എന്താ duplet rule എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ആറ്റം എടുത്ത് കഴിയുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൽ ഫസ്റ്റ് എനർജി ലെവലിൽ നമുക്ക് 2 ഇലക്ട്രോൺസ് മതി അല്ലേ. ആ 2 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ് സ്റ്റേബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹീലിയം എടുക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ അതിൻ്റെ 2 ആണ്. അപ്പോൾ ഹീലിയം അതിൻ്റെ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഹീലിയം എന്ന് പറഞ്ഞ സ്റ്റേബിൾ ആണ്, കാരണം ഇറ്റ് ഈസ് ഒബേയിങ് ഡുപ്ലെറ്റ് റൂൾ. കാരണം എന്താണ്, അത് ഡുപ്ലെറ്റ് റൂളിനെ ഒബേ ചെയ്യുന്നുണ്ട്. ഇനി പക്ഷെ അതർ ദാൻ ഫസ്റ്റ് ഷെൽ, അതായത് ഫസ്റ്റ് ഷെല്ല് കഴിഞ്ഞ് സെക്കൻഡ് ഷെല്ലും തേർഡ് ഷെല്ലും ഒക്കെ വരുമ്പോഴത്തേനും അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഡ്യൂപ്ലെറ്റ് റൂൾ എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല. അവിടെ നമുക്ക് ഒക്റ്ററ്റ് റൂളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷെല്ലിലാണെങ്കിൽ ഡ്യൂപ്ലെറ്റ് റൂൾ, അത് കഴിഞ്ഞിട്ടുള്ള ഒക്റ്ററ്റ് റൂൾ. ഇനി അത് കഴിഞ്ഞിട്ട് 18 32 ഒക്കെ വരുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ജനറലായിട്ട് 2 റൂളാണ് പറയുന്നത്, ഒന്ന് ഡ്യൂപ്ലെറ്റ് റൂള്, മറ്റേത് ഒക്റ്ററ്റ് റൂള്. 2 ഇലക്ട്രോൺസ് ഫസ്റ്റ് ഷെല്ലുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആണ്. ഇനിയും ഫസ്റ്റ് ഷെല്ല് ഒഴിച്ച് ബാക്കി എല്ലാ ഷെല്ലിലും എന്താ 8 ഇലക്ട്രോൺസ് എങ്കിലും വേണം, അതാണ് ഒക്റ്ററ്റ് റൂൾ. ഇനി നമ്മൾ 2 മെത്തേഡ്സ് ഉണ്ട് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ. വി ഹാവ് 2 മെത്തേഡ്സ്. സോ വി വേർ ഡിസ്കസിങ് അബൌട്ട് ദാറ്റ്, വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദാറ്റ്. ദാറ്റ് ഈസ് അയണിക് ബോണ്ട് ആൻഡ് കോവാലന്റ് ബോണ്ട്. സോ നൗ ഫസ്റ്റ് ഈസ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. That is, I have already said, there involves the transfer of electron from metallic atom to non-metallic atom. അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്ക് യു ആർ ട്രാൻസ്ഫറിങ് ദെയർ വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള അല്ലേ, മെറ്റൽസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, മറ്റൊരു ആറ്റത്തിൻ്റെ ഷെല്ലിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ അതാണ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഓർ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. അങ്ങനെയുള്ളൊരു ബോണ്ടിനെ വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് അയോണിക് ബോണ്ട്. അവരെ നമ്മൾ പറയുന്ന പേരാണ് അയോണിക് ബോണ്ട് എന്ന് വിളിക്കും. ഈ സെക്കൻഡ് കേസ് പറഞ്ഞാൽ ഇലക്ട്രോൺ ഷെയറിംഗ് ആണ് അല്ലേ. ഇലക്ട്രോൺ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കുള്ളത് വെച്ചിട്ട് നമ്മളതിന് പഠിക്കും. കോവാലന്റ് ബോണ്ടിങ് തന്നെ നമുക്കൊരു 6-7 സിസ്റ്റത്തെ വെച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതുമാണ്.
അതെന്താ നമ്മുടെ ഉള്ള ഇപ്പം ഒരു 2 ആറ്റംസ് ഉണ്ട്, 2 ആറ്റത്തിനും എന്തില്ല, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇല്ല. പക്ഷേ അവർ 2 പേരും കൂടി ആ ഉള്ള ചില ഇലക്ട്രോൺസിനെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ ദേ കൻ അറ്റൈൻ സ്റ്റെബിലിറ്റി. അതാണ് എന്ത്, ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ. അപ്പം 2 റിയാക്ടിങ് ആറ്റംസിനിടയിൽ ആ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നു. അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അയോണിക് ബോണ്ട്, ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ കോവാലന്റ് ബോണ്ട്. അപ്പോൾ ഈ 2 വേസ് ആണ്, അല്ലെങ്കിൽ ദീസ് ആർ ദ 2 ways through which the atoms can undergo chemical combination in order to attain stability. And there are certain characteristics or certain conditions. ചില കണ്ടീഷൻസ് ഉണ്ട് ഇത് പോസിബിൾ ആവാൻ വേണ്ടിയിട്ട്, ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഇറ്റ് ഈസ് മച്ച് റിലേറ്റഡ് വിത്ത് അറ്റോമിക് സൈസ്, ഇലക്ട്രോൺ അഫിനിറ്റി അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പഠിച്ച ചില പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചാപ്റ്റർ 1 പീരിയോഡിക് ടേബിളിനകത്ത് പഠിച്ചതാണ്. ഇപ്പോൾ ഒന്നും ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചാണ് അറ്റോമിക് സൈസ്, അയണൈസേഷൻ പൊട്ടൻഷ്യൽ, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ അഫിനിറ്റി, അതൊക്കെ നമ്മൾ പഠിച്ച. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ അയോണിക് ബോണ്ടിൻ്റെ ഫോർമേഷനുള്ള പോസിബിലിറ്റി, അതുപോലെ കൊവാലന്റ് ബോണ്ടിനുള്ള ഫോർമേഷനുള്ള പോസിബിലിറ്റി ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് അത് വെച്ചിട്ടാണ്. അപ്പോൾ നോക്കുക, ഒന്നാമത്തേത് അയോണിക് ബോണ്ട്സ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഷുഡ് ബി ലോവർ. അതായത് യു നോ വാട്ട് ഇസ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ അല്ലേ? ഇറ്റ് ഇസ് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് an electron from the outermost shell of an isolated gaseous atom. അതെന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് അതറിയാം. അപ്പോൾ അയണൈസേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്തായിരിക്കണം? ലോവർ ആയിരിക്കണം. ആർക്ക്? ഒരു അയോണിക് ബോണ്ട് ഉണ്ടാവണമെങ്കിൽ. രണ്ടാമത് ഇലക്ട്രോൺ അഫിനിറ്റി ഹയർ ആയിരിക്കണം. ഇലക്ട്രോൺ അഫിനിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് when an atom in the gaseous state accepts an electron to form an anion. അല്ലേ? അവിടെ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായിരിക്കണം. ഇലക്ട്രോൺ thirdly, electronegativity. What is electronegativity? It is the tendency of an atom to attract shared pair of electrons towards itself. അല്ലേ? ഒരു ബോണ്ടിനകത്ത്, ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് ആണ് എങ്കിൽ വിച്ച് ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്, അതായത് ലാർജ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള 2 ആറ്റംസ് എടുത്താൽ അതിൽ ആർക്കാണോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ളത് ആ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ആറ്റത്തിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ട്? ഈ ബോണ്ടിലുള്ള 2 ഇലക്ട്രോൺസിനെയും they tends to attract towards themselves. അവരിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? അത് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ്, സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ഒക്കെ വരും. നമ്മൾ ഇതിനകത്ത് തന്നെ പഠിക്കുന്നുണ്ട്, അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം അയോണിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ അയോണിക് ബോണ്ട് ഫോം ചെയ്യാനുള്ള 3 ക്രൈറ്റീരിയാസ്, 3 കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ionization potential should be lower. Second one, electron affinity should be higher. Similarly, electronegativity should be larger. ഇത് 3 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി അടുത്ത എന്താണ്? കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാനുള്ള ആ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അവിടെ എന്തൊക്കെയാണ് നോക്കുക. അയോണൈസേഷൻ പൊട്ടൻഷ്യൽ, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇത് 3ഉം ഹൈ ആയിരിക്കണം. മറ്റേടത്ത് എന്തായിരുന്നു? അയണൈസേഷൻ പൊട്ടൻഷ്യൽ ലോ ആയിരുന്നു, ബാക്കി 2ഉം ഹൈ ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത് 3ഉം ഹൈ ആവുന്നൊരു കേസ്, ആ കേസിൽ നമുക്ക് ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? കൊവാലന്റ് ബോണ്ട് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്, ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസും 2ഉം 2ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം HCl എന്നൊരു കോമ്പൗണ്ട് എടുത്താൽ അതിനകത്ത് Cl എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോൾ ആ Cl എന്തുള്ള ടെൻഡൻസി ഉണ്ട്? ഈ ബോണ്ടിനകത്തുള്ള ഈ 2 ഇലക്ട്രോൺസിനെ അവരിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു എന്താ പറയുക പൊട്ടൻഷ്യൽ ഉണ്ട്. അതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനിയും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് Hഉം Clഉം, ആ ഒരു കോമ്പൗണ്ട് Hഉം Clഉം, ആ Hന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് ഒരു വാല്യൂ കാണും, Clന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് ഒരു വാല്യൂ കാണും. ആ 2 വാല്യൂസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് അതാണ്. ആ 2 ആറ്റം ഉണ്ടെങ്കിൽ ആ 2 ആറ്റങ്ങളുടെയും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസിലുള്ള ഡിഫറൻസ്.
ഓക്കെ, അപ്പം കൊവാലന്റിന്റെ കേസ്, ഇപ്പൊ അയോണിക്കിന്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മിക്കവാറും ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് നമ്മൾ എടുക്കുവാണെങ്കിൽ എയുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂവും Cl ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അത് അയോണിക് ബോണ്ട്. പക്ഷെ കൊവാലന്റ് ബോണ്ടിന്റെ കേസിൽ പറയുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് ഷുഡ് ബി നെഗ്ലിജിബിൾ എന്നാണ് പറയുന്നത്. നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ എന്നാ? നെഗ്ലിജിബിൾ ഒട്ടും എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് മാത്രമേ കാണാവൂ. കാരണം നമുക്ക് മനസ്സിലാവും, ഒരേ ഇപ്പം O2 രണ്ട് ഓക്സിജൻ ആറ്റംസ് ആണ്, അവർ തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസേ ഇല്ല. അപ്പോൾ അവർ തമ്മിലുണ്ടാവുന്നൊരു ബോണ്ട് എന്ന് പറയുന്നത് ഈ കൊവാലന്റ് ബോണ്ടാണ്. ഓക്കെ, പക്ഷെ NaCl എന്നയുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി നിങ്ങൾക്ക് യു ക്യാൻ if you want to know the electronegativity values of each element, you can refer your chapter 1. അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഓരോന്നിൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ഡിഫറൻസ് ആണെങ്കിൽ അവിടെ അയണിക് ബോണ്ടിനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. പക്ഷേ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കുറവാണെങ്കിൽ അവിടെ എന്തിനുള്ള പോസിബിലിറ്റിയാണ്? കൊവാലന്റ് ബോണ്ടിനുള്ള പോസിബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ നോട്ടിൽ ഈ പേജിൽ എഴുതേണ്ടത്, ഞാൻ ആദ്യമേ പറഞ്ഞു വാട്ട് ഡു യു മീൻ ബൈ കെമിക്കൽ ബോണ്ട്, അതൊരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ഡെഫിനിഷനും എഴുതുക. രണ്ടാമത് വാട്ട് ഈസ് ദ റീസൺ ഫോർ കെമിക്കൽ ബോണ്ടിങ്, അത് എഴുതണം. എന്താണ് റീസൺ ഫോർ കെമിക്കൽ ബോണ്ടിങ്? അപ്പം ഇത്ര എഴുതിയാൽ മതി. ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ആറ്റംസ് ടു കമ്പൈൻ ഇസ് റിലേറ്റഡ് ടു ദ ടെൻഡൻസി ഓഫ് ആറ്റം ടു അറ്റൈൻ സ്റ്റേബിൾ ഇലക്ട്രോൺ. അത് നിങ്ങളുടെ സെന്റൻസിൽ യു ക്യാൻ സിംപ്ലിഫൈ ഇറ്റ് ആൻഡ് റൈറ്റ് ദാറ്റ്സ് അപ് ടു യു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ആർ ദ മെത്തേഡ്സ് ഫോർ അച്ചീവിങ് കെമിക്കൽ ബോണ്ടിങ്? അപ്പോൾ ഒന്ന് ഇലക്ട്രോൺ ട്രാൻസ്ഫർ, രണ്ട് ഇലക്ട്രോൺ ഷെയറിംഗ്. അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് യു ഹാവ് ടു റൈറ്റ് അബൌട്ട്, യു ഹാവ് ടു മെൻഷൻ അബൌട്ട് ഇലക്ട്രോവാലന്റ് ബോണ്ടിങ്, അയണിക് ബോണ്ടിങ് ആൻഡ് കോവാലന്റ് ബോണ്ടിങ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതാണ്, വാട്ട് ആർ ദി കണ്ടീഷൻ. അത് പക്ഷേ ഇത്രയും ഡീറ്റെയിൽഡ് എഴുതണമെന്നില്ല. ഇപ്പോൾ അയോണിക് കോമ്പൗണ്ട്, ഫോർ ദി ഫോർമേഷൻ ഓഫ് അയോണിക് കോമ്പൗണ്ട് എന്ന് എഴുതിയിട്ട് IP ionization potential should be higher, അല്ലേ? അതിന് നിങ്ങൾക്ക് യു ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ബൈ ആരോ ഓർ എനി അതർ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ വിഷ്. ഐ കംപ്ലീറ്റ്ലി അത് ഞാൻ അപ് ടു യു. നിങ്ങൾ പക്ഷേ നോട്ട്സ് കണ്ടിരിക്കണം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മുടെ കൊവാലന്റ് ബോണ്ടിൻ്റെ ഫോർമേഷനും അതേപോലെ എഴുതണം. കൊവാലന്റ് ബോണ്ട് എന്തൊക്കെയാണ്? നമ്മുടെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ, ഇലക്ട്രോ അഫിനിറ്റി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇതൊക്കെ തന്നെ എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരിക്കണം. അങ്ങനെ കണ്ടീഷൻസ് കൂടെ എഴുതിയിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാമല്ലോ. അപ്പോൾ നോക്കുക, അപ്പോൾ നമ്മൾ ഒന്നാമത്തേത് പഠിക്കുകയാണ് ഇലക്ട്രോവാലന്റ് ബോണ്ടിങ്. ഇലക്ട്രോവാലന്റ് ബോണ്ടിങ്ങും അയോണിക് ബോണ്ടിങ്ങും ഒന്നാണ്. പിന്നെ ആഫ്റ്റർ സം ടൈം യു വിൽ ബി ഗെറ്റിംഗ് so much doubts, you will be confused whether I am saying about covalent bond, whether I am saying about electrovalent bond. Always remember, electrovalent compound എന്ന് പറയുന്നതും ionic compound, they are same. electrovalent bondന്റെ മറ്റൊരു നെയിം ആണ് ionic bond എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, എന്താണ് നമ്മൾ പറഞ്ഞു? ഒരു മെറ്റാലിക് ആറ്റം അവിടെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നു. ഇപ്പോൾ മെറ്റൽസിൻ്റെ കേസ് എടുത്താൽ നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ തന്നെ നോക്കാം. ആ എക്സാമ്പിൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സോഡിയമാണ് എടുത്തിരിക്കുന്നത്. സോഡിയം അല്ലേ, മെറ്റാലിക് ആറ്റമായിട്ട് നമ്മൾ, ഫോർ എക്സാമ്പിൾ മെറ്റാലിക് ആറ്റമായിട്ട് നമ്മൾ എടുക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ അത് അടുത്ത എക്സ്പ്ലനേഷൻ ഞാൻ തരാം. നെക്സ്റ്റ് നമുക്ക് അത് പഠിക്കാനുണ്ട്, NaCl പഠിക്കുമ്പോൾ പറയാം. അപ്പോൾ മെറ്റാലിക് ആറ്റം എപ്പോഴും എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുള്ളത് ലോസ് ചെയ്യും അല്ലേ? മെറ്റാലിക് ആറ്റം എപ്പോഴും ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യും. ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുമ്പോൾ അവരെന്താണ് ഫോം ചെയ്യുന്നത്? കാറ്റയോൺ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി നോൺ മെറ്റാലിക് ആറ്റംസ് എപ്പോഴും എന്ത് ചെയ്യും? അവർ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യും അല്ലേ? ആ എന്തിനാണ് ഗെയിൻ ചെയ്യുന്നത്? ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോൺ മെറ്റാലിക് ആറ്റംസ് ആണെങ്കിൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യും. അതുകൊണ്ട് അവരെന്തായിട്ട് മാറും? ആനയോൺ ആയിട്ട് മാറും. അപ്പം ഒരു കാറ്റയോൺ ഉണ്ടായി, ഒരു ആനയോണും ഉണ്ടായി അല്ലേ? നമുക്ക് എന്തൊക്കെ കിട്ടി? ഒരു കാറ്റയോണും കിട്ടി,
ഒരാനയോണും കിട്ടി. നമുക്കറിയാം കാറ്റയോണിന്റെ ചാർജ് പോസിറ്റീവാണ്, ആനയോണിന്റെ ചാർജ് നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ചാർജുള്ള ആനയോണും പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണും നെഗറ്റീവ് ചാർജുള്ള ആനയോണും കൂടി കമ്പൈൻ ചെയ്യും. ദേ അട്രാക്ട് ഈച്ച് അതർ അല്ലേ? ആൻഡ് ലീഡിങ് ടു ദി ഫോർമേഷൻ ഓഫ് ഇലക്ട്രോവാലന്റ് ബോണ്ട് അല്ലേ? ഒരു ഇലക്ട്രോവാലന്റ് ബോണ്ട് അവിടെ ഫോം ചെയ്യും. അങ്ങനെ ഇലക്ട്രോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത ഇലക്ട്രോവാലന്റ് ബോണ്ട് കൊണ്ട് ഫോം ചെയ്ത ആ കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് എൻ ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ എന്താ അവിടെ നടന്നത്? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. മെറ്റൽസ് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നു, നോൺ മെറ്റൽസ് ഗെയിൻ ചെയ്യുന്നു. ലൂസ് ചെയ്യുന്ന മെറ്റൽ അല്ലെ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നത് they become cation, and non-metals since they gain electrons they become anion. We know both are having opposite charges അല്ലേ? രണ്ടിനും ഓപ്പോസിറ്റ് ചാർജ് ആണ്. Therefore they attract each other to form electrovalent bond and leads the formation of an electrovalent compound. Okay, സംശയമില്ലല്ലോ. നെക്സ്റ്റ് ഇലക്ട്രോവാലന്റ് ബോണ്ടിന്റെ ഡെഫിനിഷൻ, ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ടിന്റെ ഡെഫിനിഷൻ, അതൊക്കെ നോട്ട്സ് എഴുതിക്കണം. ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് കൊടുത്തിട്ട് അതിന്റെ ഡെഫിനിഷൻ എഴുതുക. ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട് എന്താണ് അതിന്റെ ഡെഫിനിഷനും എഴുതുക. പിന്നെ ഇലക്ട്രോവാലൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം മെറ്റൽസ് if the metals are losing if the metal is losing 2 electrons അല്ലെങ്കിൽ metal is transferring 2 of its valence electrons to non-metal, അത് 2 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുകയെന്ന് വെച്ചു. അപ്പം അതിൻ്റെ ഇലക്ട്രോവാലൻസി എത്ര? +2 എന്ന് വരും. മനസ്സിലായോ? ഇനി 3 എണ്ണത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിലോ +3 വരും. ഒരെണ്ണത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിലോ +1 വരും. അതാണ് ഇലക്ട്രോവാലൻസി. എത്ര ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്തു, അതാണ് ഇലക്ട്രോവാലൻസി. ഓക്കെ, അത് നമ്മളിപ്പോൾ കാറ്റയോണിന്റെ കേസിൽ പറയുമ്പോൾ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റഡ്. ഇനി ഇതേ കാര്യം ആനയോണിന്റെ കേസിൽ പറയുമ്പോഴോ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ അക്സെപ്റ്റഡ്. അപ്പം എന്തായാലും ആ നമ്പർ സെയിം ആയിരിക്കും അല്ലേ? 2 ഇലക്ട്രോൺസ് അങ്ങോട്ട് കൊടുത്താൽ 2 ഇലക്ട്രോൺസ് അവർ വാങ്ങിക്കും. അപ്പം അതാണ് ഇലക്ട്രോ വാലൻസി എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം കാറ്റയോണിന്റെ കേസിൽ എപ്പോഴും പോസിറ്റീവ് ചാർജ് അല്ലേ വരും. ഇപ്പം മെറ്റൽസ് 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്തു, അപ്പോൾ അതിന്റെ വാലൻസി വരും +2. ഓക്സിജൻ ആണെങ്കിൽ 2 എണ്ണത്തെ ഗെയിൻ ചെയ്തു, അപ്പോൾ അവിടെ വാലൻസി -2. ഓക്കെ, അപ്പോൾ അതാണ് ഇലക്ട്രോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട്. പിന്നെ നോക്കിയേ, നമ്മളിപ്പോൾ കണ്ടു ഒരു അയോൺ ഫോം ചെയ്യുന്നതല്ലേ. വാട്ട് യു മീൻ ബൈ അയോൺ? നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്ന വാട്ട് യു മീൻ ബൈ അയോൺ? മേ ബി 8th സ്റ്റാൻഡേർഡ് എന്നാണ് തോന്നുന്നത്, അതോ 6th സ്റ്റാൻഡേർഡ് മുതലുണ്ടോ? വാട്ട് എവർ യു ഹാവ് ബീൻ സ്റ്റഡിങ്, വാട്ട് യു മീൻ ബൈ അയോൺ? സോ അയോൺ ഈസ് ഹാവിങ് സം ചാർജ് അല്ലേ? ചാർജ്ഡ് ആറ്റംസ് ആണ് ശരിക്കും അയോൺ. അപ്പം ചാർജ് ഇല്ലാത്ത ഇപ്പം Na എന്താണ്? സോഡിയം. അത് ഇറ്റ് ഇസ് എൻ ആറ്റം. But when it becomes Na1+, it is an ion having a positive charge. Therefore, we call it as cation. അല്ലേ? അപ്പം നോക്കാം, what is the difference? What are the differences between atoms and ions? First of all, atoms are electrically neutral particles. സംശയമുണ്ടോ? ചാർജ് ഉണ്ടോ അവർക്ക്? ഇല്ല. അവിടെ എപ്പോഴും നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും ഒക്കെ തമ്മിൽ എന്തുണ്ട്? ഒരു ഇക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തില്ല? ഒരു ചാർജ് ഇല്ല. പോസിറ്റീവ് ചാർജും ഇല്ല, നെഗറ്റീവ് ചാർജും ഇല്ല. അവർ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. പക്ഷെ അയോൺസ് അങ്ങനെയാണോ? അല്ല, അവർക്ക് ചാർജ് ഉണ്ട്. കാരണം എന്താ? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വൈ ദി അയോൺസ് ആർ ഗെറ്റിംഗ് ചാർജ്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ന്യൂക്ലിയസിനകത്ത് ഉള്ള ചാർജ് പോസിറ്റീവ് ചാർജും അതുപോലെ ഈ ഇലക്ട്രോൺസിൻ്റെ നെഗറ്റീവ് ചാർജും, ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആകുമ്പോൾ മാത്രമാണ് ആ മോളിക്യൂൾ ന്യൂട്രൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ അപ്പോൾ ചാർജ് ഒന്നും ഇല്ല. പക്ഷെ അതേസമയം ഒരു ഇലക്ട്രോണെ ഈ മെറ്റൽ എന്ത് ചെയ്തു? ഡൊണേറ്റ് ചെയ്തു. അപ്പം ആ മെറ്റാലിക് ആറ്റത്തിനകത്തെ ഒരു ഇലക്ട്രോൺ പോവുക എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് പോവുക എന്നാണ് അല്ലേ? കാരണം ഇലക്ട്രോണിൻ്റെ ചാർജാണ് നെഗറ്റീവ്. ഒരു ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടുത്തെ നെഗറ്റീവ് ചാർജ് കുറഞ്ഞു. അപ്പം പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കമ്പയർ ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് ഇതിന് Na1+ എന്ന് നമ്മൾ പറയും.
അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണെ ഗെയിൻ ചെയ്തു ഓക്സിജൻ, അല്ലെങ്കിൽ വേണ്ട Cl, ക്ലോറിൻ. അപ്പം നേരത്തെ എങ്ങനെയായിരുന്നു? ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 അല്ലേ, 7 ഇലക്ട്രോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോൾ 8 ആയി എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് ചാർജ് കൂടി. പക്ഷെ ആ സമയം ഈ ന്യൂക്ലിയസിനകത്തെ വാല്യൂവിന് ഒരു ചേഞ്ചും വരുന്നില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതാണ് ഈ ചാർജ് എന്ന് പറയുന്നത്. അപ്പം അതാണ് അയോൺസിന് ചാർജ് വരാൻ കാരണം. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ചോദിക്കത്തില്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ളവരാണ് അയോൺസ്. ഇനി ആറ്റം മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ഇപ്പം നമ്മുടെ ആറ്റം എന്ന് പറയുമ്പോൾ ഇപ്പം ചില ആറ്റംസിന് ഇൻഡിപെൻഡൻ്റ് എക്സിസ്റ്റൻസ് ഉള്ളവരാണ്, ചില ആറ്റംസിന് ഇൻഡിപെൻഡൻ്റ് എക്സിസ്റ്റൻസ് ഇല്ലാത്തവരുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ടേക്കിംഗ് ഓക്സിജൻ ആറ്റം, ഓക്സിജൻ ആസ് എൻ ആറ്റം ഇറ്റ് ഈസ് വെരി മച്ച് അൺസ്റ്റേബിൾ. ഓക്സിജൻ ഒരു ആറ്റമായിട്ട് നിൽക്കും, ഭയങ്കര അൺസ്റ്റേബിളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓക്സിജൻ എന്ത് ചെയ്യും, ഒരു ആറ്റം വൺ ഓക്സിജൻ ആറ്റം കമ്പൈൻസ് വിത്ത് അനദർ ഓക്സിജൻ ആറ്റം ആൻഡ് വിൽ ബി ഫോമിങ് ഓക്സിജൻ മോളിക്യൂൾ വിച്ച് ഈസ് എ സ്റ്റേബിൾ ഫോം. അപ്പം അതാണ് ഡയറ്റോമിക് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ സോഡിയം ഒന്ന് എടുത്ത് നോക്കുക, സോഡിയം ഇസ് എ മോണോ ആറ്റമിക് എലമെന്റ്. കാരണം ഈ സോഡിയത്തിന് എക്സിസ്റ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് ദേ കൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. എന്നാൽ അയോൺസിന്റെ കേസിൽ അങ്ങനല്ല. അവർക്കൊരിക്കലും എന്താ പറയുക, അവർ എന്താണ് ഒരു സൊല്യൂഷനകത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക എപ്പോഴും. ഏത് സൊല്യൂഷൻ? നമ്മൾ ഇലക്ട്രോലൈറ്റിനെ പറ്റി പറഞ്ഞു, അതിനകത്ത് അയോൺസ് മൂവ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് എന്താണ് സൊല്യൂഷനകത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു അയോൺ മറ്റൊരു അയോണുമായിട്ട് കമ്പൈൻ ചെയ്തൊരു മോളിക്യൂൾ, ആ ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. പക്ഷേ ആറ്റത്തിന് അങ്ങനെയല്ല. ആറ്റം ചിലത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ മെജോറിറ്റിയും എങ്ങനെയാണ് മറ്റൊരു ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്ത് മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി അവർക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി. അപ്പം മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്. പക്ഷെ മറ്റേ അങ്ങനെയല്ല, അതിന് സൊല്യൂഷനകത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. തേർഡ്ലി, ഔട്ടർമോസ്റ്റ് ആറ്റത്തിന്റെ കേസിൽ ദേ മേ ഓർ മേ നോട്ട് ഹാവ് ഡുപ്ലറ്റ് ഓർ ഒക്റ്ററ്റ് അല്ലേ. ഇപ്പം നമ്മൾ ആറ്റം എടുത്തു കഴിഞ്ഞാൽ 287 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 26, ഇതിനൊന്നും എന്തില്ല, ഔട്ടർമോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ആണോ? അല്ല. പക്ഷെ അയോണിന്റെ കേസിൽ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് സോഡിയം തന്നെ എടുക്കാം, അത് 281 ആണ്. ഈ 281 എന്നുള്ളത് Na1+ എന്ന് പറയുമ്പോൾ എന്താ, ഈ ഔട്ടർമോസ്റ്റിലുള്ള ഒരു ഇലക്ട്രോണും കൂടി അത് ലൂസ് ചെയ്തു. അപ്പം അതിന്റെ കോൺഫിഗറേഷൻ എത്രയാണ്? 28 എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ലേ? സ്റ്റേബിൾ ആണ്. അതേപോലെ നമുക്ക് Cl- നോക്കാം. Cl- എന്ന് പറയുമ്പോൾ അതിന്റെ Cl-ന്റെ കോൺഫിഗറേഷൻ 287. അപ്പോൾ Cl- എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഇലക്ട്രോണും കൂടി അത് ഗെയിൻ ചെയ്തു. അപ്പോൾ എന്താവും? 288 എന്ന് പറഞ്ഞാൽ എന്താ, അത് സ്റ്റേബിളായി. അപ്പോൾ അയോൺസ് എപ്പോഴും എന്ത് വേണം, അവർക്ക് ഡ്യൂപ്ലറ്റ് കോൺഫിഗറേഷനോ ഒക്റ്ററ്റ് കോൺഫിഗറേഷനോ കാണും, അല്ലെങ്കിൽ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ കാണും. പക്ഷേ നമ്മുടെ ആറ്റംസിന്റെ കേസിൽ അവർക്ക് അങ്ങനെയല്ല. ഡ്യൂപ്ലറ്റ് ഒക്റ്ററ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ നോബിൾ ഗ്യാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ് ആണ്. പക്ഷേ ബാക്കി എല്ലാവർക്കും എങ്ങനെയല്ല, അത് കംപ്ലീറ്റ് അല്ല. അപ്പോൾ ദീസ് ആർ ദ ഡിഫറൻസസ്. അതും നോട്ട്ബുക്ക് എഴുതിക്കണം. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ആറ്റംസ് ആൻഡ് അയോൺസ്, നോട്ട്ബുക്ക് എഴുതുക. നെക്സ്റ്റ് ഇസ് ഓക്സിഡേഷൻ റിഡക്ഷൻ. അതും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഓക്സിഡേഷൻ റിഡക്ഷൻ ഒരു ചാപ്റ്ററിനകത്ത് ഇപ്പം ഇവിടെ ആകെ 4 ലൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യു ഹാവ് സ്റ്റഡീഡ് ഇറ്റ് ആസ് എ മേജർ പോർഷൻ ഓഫ് എ ചാപ്റ്റർ. ഐ am not remembering the name of the chapter, but I am remembering that you have studied it very much. ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓക്സിഡേഷൻ, ഹൈഡ്രജന്റെ ടേംസിൽ, ഓക്സിജന്റെ ടേംസിൽ, ഇലക്ട്രോൺസിന്റെ ടേംസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോൺസിന്റെ ഇലക്ട്രോൺസിനെ ഡീൽ ചെയ്തുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഓക്സിഡേഷൻ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതുപോലെ റിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ നമ്മൾ ഓക്സിജൻ, ഹൈഡ്രജൻ അതൊന്നും അല്ല പറയുന്നത്. ഇവിടെ നമ്മൾ ഇലക്ട്രോൺസിന്റെ ടേംസിൽ ഓക്സിഡേഷനും റിഡക്ഷനും അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഒരു ആറ്റം അല്ലെങ്കിൽ അയോൺ ഇലക്ട്രോണെ ലൂസ് ചെയ്തു എങ്കിൽ ആ ഒരു പ്രോസസ്സാണ് ഓക്സിഡേഷൻ. ഒരു ആറ്റം അല്ലെങ്കിൽ അയോൺ ഇലക്ട്രോണെ ഗെയിൻ ചെയ്തെങ്കിൽ അതിന് പറയുന്നതാണ് റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താവും, നമ്പർ 1+ എന്ന് കിട്ടും കേട്ടോ. റിഡക്ഷൻ നടക്കുമ്പോഴോ
Y1 അല്ലേ നെഗറ്റീവ്, അത് ആനയോൺ ആവും, അതറിയാമല്ലോ. ഗെയിൻ ചെയ്യുമ്പോൾ ആനയോൺ ആവും, ലൂസ് ചെയ്യുമ്പോൾ കാറ്റയോൺ ആവും. അത് ജനറൽ ആയിട്ട് പറയാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം വരാൻ പോകുന്നത്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, പക്ഷേ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഫ്രീക്വൻ്റ്ലി ആസ്ക് ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ വെദർ ദിസ് പ്രോസസ് ഈസ് ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുമായിരുന്നു. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം അങ്ങനെ കണ്ടില്ല, എന്നാലും അത് നോക്കുക. ഇപ്പം ആ ഒരു എക്സാമ്പിൾ നോക്കിയാൽ 2FeCl2 + Cl2 2FeCl3. ആ റിയാക്ഷനകത്ത് 2Fe2+ഉം Cl2 കൂടെ കമ്പൈൻ ചെയ്തു, അപ്പം 2Fe3+ഉം 2Cl- അല്ലേ, അങ്ങനെ കിടക്കുന്നത്. നോക്കിയേ, ഇത് നോക്കിയേ, അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടോ, 2Fe2+ 2Fe3+ ആയി മാറി എന്ന് പറയുന്നത് എന്താ, അവിടെ ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്താൽ മാത്രമേ 2+ എന്നുള്ളത് 3+ ആവത്തുള്ളൂ. അപ്പോൾ അത് എന്ത് പ്രോസസ്സാണ്? അതൊരു ഓക്സിഡേഷനാണ് അല്ലേ. പക്ഷെ താഴത്തെയോ Cl-ൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ Cl2 ആയിരുന്നു, അത് 2Cl1- ആയി എന്ന് പറയുമ്പോൾ എന്താണ്, 2 ഇലക്ട്രോൺസിനെയും കൂടെ ഗെയിൻ ചെയ്തു. അപ്പോൾ അതെന്ത് പ്രോസസ്സാണ്? റിഡക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ അപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിൻ ചെയ്യുന്ന എല്ലാം റിഡക്ഷൻ, ലൂസ് ചെയ്യുന്ന എല്ലാം ഓക്സിഡേഷൻ. തൽക്കാലം അത്രയും മനസ്സിലാക്കുക. പിന്നെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിക്കോണേ, നോട്ട്ബുക്കിൽ അത് എഴുതണം. എന്നിട്ട് നമ്മൾ അഡീഷണലായിട്ട് തരാം, ഞാൻ ഒരു 5 ഹോംവർക്ക് കൂടെ തരുവാണ്. ഓക്സിഡേഷനും റിഡക്ഷനും ആണോ നിങ്ങൾ ഒന്ന് അതുകൂടെ നോട്ടിൽ നിങ്ങൾ എഴുതണം. ഞാനൊരു ഹോംവർക്ക് തരാം. ഓക്കെ, ഇത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കണം. Fe2+ minus sorry Fe minus 2 electron gives Fe2+. Second one, ഓക്കെ, അപ്പം ഇത് 4 ഹോംവർക്കായിട്ട് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതുകൂടെ നോട്ട്ബുക്കിൽ എഴുതുക. ഞാൻ നോട്ട്സ് വെക്കേണ്ട ടൈം ഞാൻ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അറിയിച്ചോളാം. അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ഇത് മതി. അടുത്ത ക്ലാസ് നമുക്ക് ആ ഓർബിറ്റൽ ഡയഗ്രാംസ് ഒക്കെ വരച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഓക്കെ, പഠിക്കുക, നോട്ട്സ് കംപ്ലീറ്റ് ആക്കുക, ഞാൻ പറയുന്ന ടൈമിലേക്ക് അയയ്ക്കുക. അപ്പോൾ ബൈ.